വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ തുടരുന്ന സമരത്തിന്റെ ഭാഗമായി ഇന്ന് OP ബഹിഷ്കരിക്കും. വിദ്യാർത്ഥികളുടെ തിയറി പ്രാക്ടിക്കൽ ക്ലാസുകളും ബഹിഷ്കരിക്കും. ഇതുമൂലം അത്യാഹിതമല്ലാത്ത ശസ്ത്രക്രിയകളും മുടങ്ങും. കാഷ്വാലിറ്റി, ലേബർ റൂം, ICU തുടങ്ങിയ അടിയന്തര ചികിത്സകൾ മുടക്കമില്ലാതെ നൽകാനാണ് സാധ്യത. വിവരങ്ങളുമായി ശ്രീനന്ദ ഒപ്പം ചേരുന്നു. ശ്രീനന്ദ, ഈ സമരം സാധാരണക്കാരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. എത്ര അടിയന്തര സാഹചര്യങ്ങളിൽ ചികിത്സ നൽകാം എന്ന് പറയുമ്പോഴും ഒരു സമരം വരുന്ന പശ്ചാത്തലത്തിൽ ആ മേഖലയിലെ സിസ്റ്റം അപ്പാടെ തകരാറിലാകും. അത് ഒരു കാര്യത്തിലും എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കാറുള്ളത്. എന്താണ് വിവരങ്ങൾ? കൃഷ്ണരാജ്, ആരോഗ്യരംഗം തകിടം മറിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മാസങ്ങളായി, അല്ലെങ്കിൽ ഈ വർഷം തുടങ്ങുന്ന മുതൽ ആരോഗ്യരംഗത്ത് വളരെ വലിയ ശസ്ത്രക്രിയകളൊക്കെ മുടങ്ങുന്നു. അതുപോലെ തന്നെ ശസ്ത്രക്രിയകൾ മാറി ചെയ്യപ്പെടുന്നു. അങ്ങനെ നിരവധി ആരോഗ്യരംഗത്ത് നിരവധി പ്രശ്നങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടയ്ക്കാണ് ഈ വർഷം ജൂലൈ മുതൽ ഈ KGMCTA, കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ, ഈ ഒരു സമരം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ ഈ സമരരംഗത്തുള്ളത്. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ശമ്പള കുടിശ്ശിക കൃത്യമായി നൽകുക, അതുപോലെ തന്നെ നിയമനങ്ങൾ നടത്തുക എന്നുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവർ സമരം ചെയ്യുന്നുണ്ട്. പക്ഷേ ജൂലൈ മുതൽ ചെയ്യുന്ന സമരത്തിന് ഇതുവരെയും ആരോഗ്യവകുപ്പോ അല്ലെങ്കിൽ മറ്റ് അധികാരികളോ ഇവരോട് സംസാരിക്കാനോ ചർച്ച നടത്താനോ തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് പറയുന്നത് ആരോഗ്യമന്ത്രിയുമായി അല്ലെങ്കിൽ ധനമന്ത്രിയുമായ ഒരു ചർച്ച നടത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. ആ ഒരു ചർച്ച നടത്താൻ വേണ്ടിയുള്ള കാര്യക്രമങ്ങളൊക്കെ ചെയ്യണമെന്നുള്ള ആവശ്യങ്ങൾ കൂടി ഈ അസോസിയേഷൻ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും അതിന് യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയാണെങ്കിൽ ഇനി തുടർന്നും ഈ ഒരു OP ബഹിഷ്കരണവും അതുപോലെ തന്നെ മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി KGMCTA നൽകുന്നുണ്ട്. ഇന്ന് OP അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ, ICU മുതലായ എല്ലാ ഇതും ബഹിഷ്കരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ഇന്ന് PG ഡോക്ടർമാരും ഹൗസ് സർജന്മാരും മാത്രമായിരിക്കും ഈ OP കൗണ്ടറിലും മറ്റുമായി, അല്ലെങ്കിൽ ഇന്ന് പ്രാഥമിക ആരോഗ്യം നൽകുന്നതിന് വേണ്ടിയുള്ള ചികിത്സ നൽകാനായി ഹോസ്പിറ്റലുകളിൽ ഉണ്ടാവുക. മറ്റ് എല്ലാവരും തന്നെ ഈ ഒരു ബഹിഷ്കരണത്തിൽ പങ്കാളികളാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ മാസം 29-ാം തീയതിയും കൂടി KGMCTA സമരം ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതിന് നടപടികൾ ഒന്നും തന്നെ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അടിയന്തരമായി വളരെ കടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് KGMCTയുടെ തീരുമാനം. സമ്പൂർണ്ണ ബഹിഷ്കരണം തന്നെയായിരിക്കും അവർ ഇനി ഇതിനൊരു തീരുമാനമുണ്ടായില്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയും കൂടി ഈ ഒരു 13-ാം തീയതി KGMCTA ഈ ഒരു ബഹിഷ്കരണം, OP ബഹിഷ്കരണം അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. എന്നിട്ട് കൂടി അധികാരികളൊന്നും തന്നെ തിരിഞ്ഞു നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇനി വരും ദിവസങ്ങളിലും ഈ ഒരു സമരത്തിന് ഒരു മാറ്റം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി കടുപ്പിക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് അവരെത്തും. ഇപ്പോൾ അവർ അടിയന്തര ശസ്ത്രക്രിയകളൊക്കെ ചെയ്യാമെന്നുള്ള ഒരു വാഗ്ദാനമൊക്കെ നൽകുന്നുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാം, ഈ ഒരു സമരം കുറച്ചുകൂടി കടുപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ശസ്ത്രക്രിയകൾ മുടക്കാനുള്ള സാധ്യതകൾ ഒക്കെ തന്നെ കാണുന്നുണ്ട്. ജനങ്ങളോടൊപ്പം തന്നെ സാധാരണ ഡോക്ടർമാർക്കും അവരുടെ വേതനം നൽകണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇതിന് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കൃത്യമായ നീക്കം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇത് വളരെ വലിയൊരു വിപത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് കൃഷ്ണരാജ്.